ആശുപത്രി നടത്തിപ്പിന്റെ സർവ്വ മേഖലയിലും അവർ ഇടപെട്ട് കഴിഞ്ഞു. കഴിഞ്ഞ മാസം ആശുപത്രിയുടെ വരുമാനത്തിൽ 30% കുറവ്, പേഷ്യൻസിന്റെ എണ്ണത്തിൽ 20% വർധനവ്. ഇത്തരം അനുകൂല ഘടകങ്ങളെ മാനേജ്മെന്റിന് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല. തമ്പുരാൻ ആരോടാ ഈ പൊട്ടം കളിക്കുന്നത്? നിങ്ങളാ ഈ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ, പിന്നെ പേരിനൊരു പാട്ടെന്ന് പറഞ്ഞു ഇവനും. നിനക്ക് എന്താണ് ഒരു പുച്ഛം? എടാ 50 കോടി മുടക്കി വരും ഞാൻ. നിന്റെ സംസാരം കേട്ടല്ലോ, അതെന്താ ബോണ്ട മേടിക്കാനുള്ള കാശുള്ളൂ തോന്നുമല്ലോ. പണം മുടക്കാൻ നിങ്ങൾ തീരുമാനിക്കണം ഹോസ്പിറ്റൽ എങ്ങനെ നടത്തണമെന്ന്. അതിന് സാധിക്കാൻ നിന്ന് കണക്ക് പറയുന്നു. നിനക്ക് എന്റെ മാനസികാവസ്ഥ മനസ്സിലാവില്ല. എടാ, പുറത്തു വന്നൊരു ശത്രുവാണെങ്കിൽ നമുക്ക് നിസ്സാരമായി പരിഹരിക്കാം. എന്നെ എതിർക്കുന്നത്, നിയന്ത്രിക്കുന്നത്, അവകാശവാദങ്ങൾ ഉന്നയിച്ച് നിൽക്കുന്നത് മകളാ. സ്വന്തം നെടുത അഭിമുഖം വന്നത് ചോദ്യം ചെയ്താൽ പോക്കേറ്റിന് കാരണം അയാളാ. എടാ, അയാള് തമ്പുരാന്റെ മരുമോനല്ലടാ. ഈ ജന്മത്തെ അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല. അമേരിക്കക്കാർ ഇറാഖിൽ കയറി കൈയടക്കിയതുപോലെ മോളും മരുമോനും കൂടി എല്ലാം കൈയടക്കി കഴിഞ്ഞു. എന്റെ കണക്കുകൂട്ടല് തമ്പുരാന് നിർബന്ധ പെൻഷൻ തന്ന് ഒതുക്കിയിരുത്തുമെന്ന. പിന്നെ ഇവരെ പറഞ്ഞു വിടാനും സാധ്യതയുണ്ട്. അനുവദിക്കില്ല. അങ്ങനെ വാഴാനും ഭരിക്കാനും അവനെ ഞാൻ അനുവദിക്കില്ല. നിന്നോട് ഞാൻ പറഞ്ഞതാ എന്താ അവസാനിപ്പിക്കണമെന്ന്. നീ ഏറ്റതാ അത് ചെയ്യാമെന്ന്. വൈദ്യശാസ്ത്രരംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മഹാസ്ഥാപനം, അതാണ് എന്റെ ലക്ഷ്യം. ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയ വ്യക്തികളുടെ ഖ്യാതി എനിക്ക് വേണം. സ്വകാര്യ ആശുപത്രിയുടെ മുതലാളിമാർ കൂടുമ്പോൾ, ചില പാവപ്പെട്ടവന്മാർ നഷ്ടക്കണക്ക് പറയുമ്പോൾ മറ്റുള്ളവർ പറയും രാമവർമ്മ തമ്പുരാനെ കണ്ടുപിടിക്കാൻ. മെഡിക്കൽ രംഗത്തെ ബിസിനസ് കിങ് എന്നറിയപ്പെടാൻ ആഗ്രഹിച്ച എന്നെ ഒരുത്തൻ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ ഒരു മരുമകൻ എനിക്ക് വേണ്ട. അവസാനിപ്പിക്കണം. എന്തുവാണ് ഇയാള് പറയണത്? 1-2 അറ്റംപ്റ്റുകൾ നടക്കാതെ പോയത് ആ സമയത്തൊക്കെ ഒപ്പം പ്രകൃതി കൂടെ ഉണ്ടായിരുന്നു. എന്റെ മോളെ എനിക്ക് വേണം. എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ. അവൾ നിന്നോടൊപ്പം ജീവിക്കുന്നത് കിനാവ് കണ്ടവനാ ഞാൻ. ശൈലോക്യം തന്ത്രമായി നീ ആശുപത്രി ഭരിക്കുന്നത്. ശാന്തിപ്പണി ചെയ്യേണ്ട പരട്ട പോറ്റി ഡോക്ടറായി. ഇല്ല, ഇത് സഹിക്കാനോ ക്ഷമിക്കാനോ എനിക്ക് കഴിയില്ല. എത്രയും വേഗം അവസാനിപ്പിക്കണം. ഇന്ന് ഡോക്ടർ ഹരിഹരൻ അങ്ങേരുടെ ഗ്രാമത്തിൽ സൗജന്യ ചികിത്സക്ക് പോകുന്ന ദിവസമാണ്. പ്രകൃതി ഒപ്പം പോയിട്ടില്ല. അയാൾ മടങ്ങിയെത്തുന്നത് തനിച്ചായിരിക്കും. ആ ഗുഡ് ന്യൂസ് കേൾക്കാൻ ഉറങ്ങാതെ ഞാൻ കാത്തിരിക്കും. അതിനുശേഷമേ ഞാനൊരു പെഗ് കഴിക്കൂ. നമ്മുടെ ജീവിതത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആ ട്യൂമർ ഇന്ന് നീക്കം ചെയ്യുന്നു. നമുക്ക് വേണ്ടി. ഹലോ ബാബുജി, എന്താ ബായി ഒരു കാര്യം ഏൽപ്പിച്ച ഇങ്ങനെയാണോ? ഇല്ല, ഇന്നങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. യെസ്, വോക്സ് വാഗണർ, വൈറ്റ് കളർ. അയാൾക്ക് വേണ്ടാത്ത മരുമകനെ അയാളുടെ നിർദ്ദേശപ്രകാരം ഒക്കെ നിനക്ക് വേണ്ടി, നമ്മുടെ ആശുപത്രിയുടെ നല്ല നടത്തിപ്പിന് വേണ്ടി. അവിടെ കല്യാണം കഴിഞ്ഞ ദിവസം നീ കുടിച്ചു ബോധമില്ലാന്ന് എന്റെ മുറിയിൽ വന്ന് ഓർക്കുന്നുണ്ടോ? അവനും അവളും കൂടി ഹണിമൂണിന് പോയപ്പോ നീ തന കുളിച്ച് നിന്നില്ലേ? ഇന്ന് വിജയിച്ച നീ ചെലവ് ചെയ്യണം. ഷിബു, ആദ്യം കടലിൽ പോയത് അപ്പന്റെ കൂടെ ഒരു ചെറുവഞ്ചിയില്. ആകാശം മുട്ട തിരമാല ഉയർന്നു വന്നപ്പോ ഞാൻ ഭയന്ന് നിലവിളിച്ചു. തിരയെ നോക്കി പോടാപുല്ല എന്ന് വിളിച്ചുകൊണ്ട് അപ്പൻ തുഴഞ്ഞു കയറി. കടല് ശാന്തായ പപ്പൻ പറഞ്ഞു, മുക്കുവൻ കടലിനെ പേടിക്കാൻ പാടില്ല. ജീവിതത്തിന്റെ ഈ തോണിയിൽ തലചായ്ച്ചുറങ്ങുന്നുണ്ട് കർത്താവീശോ മിശിഹാ എന്ന്. ജീവിതത്തിന്റെ പ്രതിസന്ധിക്ക് തൊഴിയാൻ ധൈര്യം കിട്ടിയത് അവിടുന്ന്. ക്ഷമിക്കണളിയ, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. എത്ര തപസ്സിരുന്നിട്ടും നീ പ്രസാദിച്ചില്ലല്ലോ. ചോദ്യം അനവസരത്തിലാണെന്നറിയാം. നിനക്കെന്താ എന്നെ ഇഷ്ടപ്പെടാന്ന് പോയേ? വിവേകമുള്ള പെണ്ണ് ഇഷ്ടപ്പെടുന്നത് തൊലിപ്പുറത്തെ സൗന്ദര്യത്തെയല്ല, തന്റെ മുന്നിലെത്തുന്ന സഹജീവിയോടുള്ള സൗമ്യമായ സമീപം.
മനസ്സിന്റെ നന്മ, ഇതൊക്കെയാ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ 5 അടി 10 ഇഞ്ച് പൊക്കോ 6 പാക്കും കുതിരശക്തിയും ഒന്നല്ല. അതൊക്കെ സേനയിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ മാനദണ്ഡങ്ങളാ. ഒരു പെണ്ണിന്റെ മനസ്സ് കീഴടക്കാൻ വേറെ ചില യോഗ്യതകളാണ് വേണ്ടത്. ഓക്കെ ഓക്കെ. അതെ, ഹരിഹർ സാർ എന്തി? ഇന്ന് അദ്ദേഹത്തിന്റെ നാട്ടിലെ ക്ലിനിക്കൽ സൗജന്യ ട്രീറ്റ്മെന്റാ. നീ പോയില്ലേ? 1-2 ആഴ്ച പോയി. എല്ലാവർക്കും അദ്ദേഹം നോക്കിയാൽ മതി. വെറുതെ കാഴ്ചക്കാരിയായിരിക്കുന്നത് ബോർ. അതുകൊണ്ട് ഞാൻ പോയില്ല. രാത്രി എത്താൻ വൈകും അദ്ദേഹം? ഏയ്, വരാൻ സമയമാവുന്നത്. ആ അതെ, തമ്പുരാൻ എങ്ങനെ മരുമകനുമായി പൊരുത്തപ്പെട്ട് തുടങ്ങിയോ? പൊരുത്തക്കേടുകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഏ? ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനം അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് അച്ഛൻ വിശ്രമിക്കാൻ പറയുന്നു. കാര്യങ്ങൾ ഒന്നൊന്നായി അറിയാൻ കഴിയാൻ തുടങ്ങിയപ്പോ സത്യത്തിൽ നാണം തോന്നുക. നീയൊക്കെ കഴുത്തിൽ സ്റ്റെത്ത് തൂക്കി ആരാച്ചാരന്മാരാ. ചെലവ് കൂടിയ ചികിത്സ, അതാണ് ന്യൂജൻ രീതി. താൻ കഴിക്കുന്ന മരുന്ന് ഇത്ര രൂപ വില കൂടിയതാണെന്ന രോഗിയുടെ തിരിച്ചറിവ് രോഗം മാറുന്നതിന് ഒരു ഘടകമാണ്. നോൺസെൻസ്. എന്നാ കുറെ ആയിരങ്ങളുടെ നോട്ട് യൂണിറ്റി വായി വെച്ച് കൊടുത്താ പോരേടോ. കൊള്ളക്കാരുടെയും കച്ചവടക്കാരുടെയും ഫിലോസഫികള്. ഏതായാലും ഈ ഈജിയൻ തൊഴുത്തൊന്ന് വൃത്തിയാക്കാൻ പറ്റുമോന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. നടന്നു തന്നെ മണ്ടത്തരം, അല്ലാതെ കുറഞ്ഞ പക്ഷം ഈ ആശുപത്രിയിലെങ്കിലും നടക്കൂ. ഹലോ, അതെ ഡോക്ടർ പ്രഗതി, ഞാൻ രാമവർമ്മ തമ്പുരാന്റെ മകളാ. നിങ്ങളാരാ? സർക്കിൾ ഇൻസ്പെക്ടറോ? അദ്ദേഹം എന്റെ ഭർത്താവാണ്. ആക്സിഡന്റോ? ഹരിയേട്ടന്റെ വാഹനത്തിൽ ഒരു ലോറി ഇടിച്ചു.